ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗുരുവായൂർ ഭജന ഇരിക്കാൻ താല്പര്യമുണ്ട്. അങ്ങയുടെ അഭിപ്രായത്തിൽ ഗുരുവായൂർ ഭജന ഇരുന്നാൽ എന്താണ് നമുക്ക് കിട്ടുക? ഞാൻ ഒരു നിമിഷം ഒന്ന് മിണ്ടായിരുന്നിട്ട് പറഞ്ഞു, നല്ല ചുട്ട അടി കിട്ടും, അല്ല വേറൊന്നും കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞു. ഏതാനും വർഷം മുമ്പുള്ള ഒരു കാര്യം പറയുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യം ഒരു 12 വർഷം മുമ്പുള്ള കാര്യമാണ്. അന്ന് ഞാൻ ജ്യോതിശാലയത്തിലിരിക്കുമ്പോൾ ഒരാൾ എന്നെ കാണാൻ വരുന്നുണ്ട്. കാഴ്ചയിൽ തന്നെ നല്ലൊരു ഭക്തനാണെന്ന് നമുക്ക് തോന്നുന്ന രീതി, നല്ല ശുഭ്രമായ വേഷം, നെറ്റിയിലെ ഒരുപാട് കുറുക്കൂട്ടുകൾ, വിനയം തുളുമ്പുന്ന മുഖം, നല്ല പുഞ്ചിരി. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആളെ ഇഷ്ടപ്പെടും. അദ്ദേഹം വന്ന് ബഹുമാനപൂർവ്വം കസേരയിലിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട് എറണാകുളത്താണ്. അദ്ദേഹം KSRTC റിട്ടയർ ആയ ആളാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ കുടുംബപരമായിട്ട് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം വലിയൊരു കൃഷ്ണഭക്തനാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കൃഷ്ണനെ പ്രാർത്ഥിക്കും. വൈകുന്നേരവും കഴിയുന്ന ദിവസങ്ങളിൽ പോകും. നാരായണീയം ജപിക്കും, കൃഷ്ണമന്ത്രങ്ങൾ ജപിക്കും, ഏകാദശിക്ക് മുടങ്ങാണ്ട് ഉപവാസം എടുക്കും. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഏകദേശം 12 മിനിറ്റോളം അദ്ദേഹം തുടർച്ചയായിട്ട് പറയുകയാണ്. അപ്പോഴെല്ലാം ഞാൻ നിശബ്ദനായിട്ട് അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വരുന്ന ആളിന് പറയാനുള്ളത് കേൾക്കാനാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. എന്നിട്ട് അവര് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം കൊടുക്കുക. അതാണല്ലോ ന്യായമായ ഒരു രീതി. ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗുരുവായൂർ ഭജന ഇരിക്കാൻ താല്പര്യമുണ്ട്. അങ്ങയുടെ അഭിപ്രായത്തിൽ ഗുരുവായൂർ ഭജന ഇരുന്നാൽ എന്താണ് നമുക്ക് കിട്ടുക? ഞാൻ ഒരു നിമിഷം ഒന്ന് മിണ്ടായിരുന്നിട്ട് പറഞ്ഞു, നല്ല ചുട്ട അടി കിട്ടും, അല്ല വേറൊന്നും കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വളരെ മാർദ്ദവത്തോടു കൂടി ആയിരുന്നെങ്കിലും ഇദ്ദേഹത്തിന് പെട്ടെന്ന് മുഖത്ത് കോപം ഇരച്ചേറി. അത്രയും നേരം കണ്ട ആളൊന്നും ആയിരുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് തൻ്റെ തോൾസഞ്ചിയും വലിച്ചിട്ടിട്ട് എൻ്റെ ഒരു വാക്ക് പോലും തിരിച്ചു നിന്ന് പറയാതെ അദ്ദേഹം ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പാഞ്ഞങ്ങ് പോയി. ഞാൻ പറഞ്ഞ എന്താണെന്ന് കേൾക്കാൻ പോലും അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. എഴുന്നേറ്റ് എന്ന് തിരിച്ചു വിളിച്ചു, ഒന്ന് വരൂ. അപ്പം പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്കൊന്ന് കേൾക്കണ്ട. താങ്കൾക്ക് ഭക്തിയില്ല, താങ്കൾക്ക് ഒന്നുമില്ല. ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ മറുപടി പറയുക? ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഞാൻ മറുപടി നൽകേണ്ടത്? നിങ്ങൾ തികഞ്ഞൊരു കൃഷ്ണഭക്തനാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നാരായണീയം മുതൽ എല്ലാം വായിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. എല്ലാ മന്ത്രങ്ങളും ജപിക്കുന്നു, നിങ്ങൾ ഉപവാസം എടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഭജനം ഇരുന്നാൽ എന്ത് കിട്ടുമെന്നാണ്. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഗുരുവായൂരപ്പനിൽ യാതൊരു വിശ്വാസമില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ഭജനം ഇരുന്നാൽ എന്ത് കിട്ടില്ല എന്നുള്ള ഒരു ചോദ്യമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉയരേണ്ടത്. അല്ലാതെ ഇപ്പോഴും ഭഗവാനെ സംശയിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ ഭജനം ഇരുന്നാൽ എന്ത് കിട്ടും എന്നുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങളുടെ ഈ ജപങ്ങളും ഈ വ്രതങ്ങളും എല്ലാം വെറും വെറുതെയാണ്. എന്നെ ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിന്നിട്ട് അദ്ദേഹം മെല്ലെ കസേരയിലേക്ക് ഇരുന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാനിങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ചോദ്യം അവിവേകമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരണം. ശരി, പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലെ ഭജനം പാർപ്പിനെ കുറിച്ച് പറയുകയാണ്. മുമ്പ് 1-2 വീഡിയോകൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് സംശയങ്ങളൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട്. അതും കൂടി പരിഗണിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് ചെല്ലാൻ കഴിയാത്ത ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഭക്തിവിലാസത്തെയും ഭക്തരോടുള്ള വാത്സല്യത്തെയും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കുറൂരമ്മയായാലും ആഞ്ഞൻ നമ്പൂതിരി ആയാലും വില്യോമംഗലത്തെ സ്വാമിയാരായാലും ചെമ്പയായാലും ഇങ്ങനെ ഭക്തരുടെ അടുത്തേക്ക് ഭഗവാൻ ഇറങ്ങി വന്ന ചരിതങ്ങൾ എത്രമാത്രം ഉണ്ട്. അതായത് ഭഗവാനെ നമ്മൾ അങ്ങോട്ട് ചെന്നൊന്ന് ആശ്ലേഷിക്കുക, നമ്മളോടൊപ്പം കൂടെ അനുഗമിക്കുന്ന ഒരു സ്വരൂപമാണ് ഗുരുവായൂരിരിക്കുന്നത്. അല്ലാതെ ഖ്യാതി കേട്ട് നിങ്ങൾ ചെന്നിട്ട് മോടി കണ്ടിട്ട് മടങ്ങി വരാമെന്നാണ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ആരും വരില്ല. പകരം നിങ്ങളുടെ ഭക്തിയുമായിട്ട് നിങ്ങൾ ഗുരുവായൂരപ്പനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാരയുണ്ടാവും ആ ഭഗവാൻ. സംശയമില്ലാത്ത കാര്യമാണ്. സംശയം പാടില്ല. നേരത്തെ പറഞ്ഞ എന്ത് കിട്ടും എന്ന് പറഞ്ഞ ആ ചോദ്യം പോലെ, എനിക്കിതുകൊണ്ട് എന്ത് നേട്ടം, ഈ വഴിപാട് കഴിപ്പിച്ചാൽ എനിക്ക് എന്ത് നേട്ടം? ഇല്ല, നിങ്ങൾക്കൊരു നേട്ടവും കിട്ടാൻ പാടില്ല. ഈ വഴിപാട് കഴിപ്പിച്ചാൽ
എനിക്ക് കിട്ടാത്തതൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് ആ ഭക്തിയുടെ ലയനം എന്ന് പറയുന്നത്. മറ്റതൊരു കൊടുക്കൽ വാങ്ങൽ പോലെയാണ്. എനിക്ക് ഇന്നത് കിട്ടുമെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തു തരാം. അത് പാടില്ല. ഭഗവാന്റെ നടയിൽ ഒരു കാരണവശാലും അത് പാടില്ല. ഒന്നും കിട്ടാൻ പാടില്ല. പിന്നെ കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രം, ഭഗവാന്റെ കാരുണ്യം, അത്രയും ഞാൻ പറയൂ. പക്ഷെ നമ്മുടെ മനസ്സിന്റെ അർപ്പണം കൃത്യമാകണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. ഭഗവാൻ എൻ്റെ കൂടൊപ്പം ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസം അവിടെ കൈവന്നിരിക്കണം. അപ്പോൾ ഗുരുവായൂരിലെ ഭജനം പാർക്കലിനെ കുറിച്ച് പറയുമ്പോൾ അതിവിശേഷമാണ്. ഭഗവാനെ നമ്മളുമായിട്ട് കൂടുതൽ അടുത്തറിയാനും നമ്മുടെ ഭക്തി പാരവശ്യം ഭഗവാനിലേക്ക് പ്രദർശിപ്പിക്കാനും പറ്റുന്ന അവസരങ്ങളാണ് ഓരോ ഭജനം പാർക്കലും. ഗുരുവായൂർ അമ്പലത്തിലെ ഭജനം പാർക്കലിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. ആദ്യം ഭജനം പാർക്കൽ എന്താണെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മന്ത്രങ്ങൾ, ഭഗവാന്റെ കീർത്തനങ്ങളെല്ലാം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ചാരെ നമുക്ക് ചെലവഴിക്കാൻ കിട്ടുന്ന സമയത്തെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിവർത്തനപ്പെടുത്തി നമ്മുടെ തിരക്കുകളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ ഓടിപ്പാച്ചിലുകളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഭഗവാനുമായിട്ട് വിലയം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം, അതിനെയാണ് ഭജനം പാർക്കൽ എന്ന് സാമാന്യേന നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. ഭഗവാന്റെ തിരുനടയിലിരുന്ന് ഭഗവാന്റെ എല്ലാ പൂജാ സവിശേഷതകളും കണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വരുന്ന ഭക്തരെ സഹായിച്ച് ഭക്തർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് കഴിയുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ച് അവർക്ക് വേണ്ടുന്ന ക്ഷേമത്തെയും കൂടി കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭജനം പാർക്കലും അവിടെ നടക്കാറുണ്ട്. മാനവസേവ മാധവസേവ എന്നുള്ള രീതിയും ഒന്ന് ഭക്തിയിലേക്ക് ലയിച്ച് ഭഗവാനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലുള്ള ഒരു ഭജനം പാർക്കലും. പ്രവചനാതീതം നൽകുന്ന ഫലങ്ങളാണ് ഈ ഓരോ ഭജനം പാർക്കൽ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആദ്യം സംവത്സര ഭജനം പാർക്കലിനെ കുറിച്ച് മനസ്സിലാക്കാം. സംവത്സര ഭജനം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഭജനാണ്. ഗുരുവായൂർ അമ്പല നടയിൽ ഭഗവാന്റെ ചാരത്ത് എല്ലാ പൂജാ സവിശേഷതകളും കണ്ട് അവിടുത്തെ എല്ലാ ചടങ്ങുകളിലും ദൃക്സാക്ഷിയായിട്ട് അവിടെ ഇരുന്ന് ഭഗവാനെ ഭജിക്കുക. ഇഷ്ടമന്ത്രങ്ങൾ, നമ്മുടെ പരിദേവനങ്ങൾ എല്ലാം ഭഗവാന്റെ മുന്നിൽ പറഞ്ഞ് ആ ഭഗവാനെ നമ്മുടെ ചാരത്തേക്ക് അണയ്ക്കുക. ഇതാണ് സംവത്സര ഭജനം കൊണ്ട് ചെയ്യുന്നത്. ഇടത്തരികത്ത് കാവിലെ താലപ്പൊലി, വൈകുണ്ഠ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി, ധ്വജപ്രതിഷ്ഠാ ദിനം, പൂന്താന ദിനം, തത്വകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, ഉദയാസ്തമന പൂജ, വാഗച്ചാർത്ത്, വിഷുക്കണി, വൈശാഖമാസ സപ്താഹം, ഉത്രാടക്കാഴ്ച, ജന്മാഷ്ടമി, വിനായക ചതുർത്ഥി, കുചേല ദിനം എന്ന് വേണ്ട ഒട്ടേറെ മംഗളകരമായ ദിവസങ്ങളിലൂടെയായിരിക്കും ഈ സംവത്സരം കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളിലുണ്ടാകുന്ന എല്ലാ പ്രത്യേക പൂജകളിലും പ്രത്യേക വഴിപാടുകളിൽ നമുക്ക് പങ്കുകൊള്ളാം. നമുക്ക് ഈ സമയത്ത് മനസ്സറിഞ്ഞ് കൃഷ്ണഭക്തിയിലേക്ക് ലയിക്കാവുന്നതാണ്. നമ്മുടെ ജന്മജന്മാന്തരങ്ങളുള്ള പാപങ്ങളെ പോലും ശമിപ്പിക്കാൻ കഴിയുന്നതാണ് സംവത്സര ഏകാദശി. ഇനി ഷൺമാസ ഭജനം. ഉത്തരായന കാലം മുതൽ 6 മാസം നീളുന്ന ഒരു ഭജന രീതിയാണ് ഷൺമാസ ഭജനം. പാപത്വങ്ങളുടെ കൊടുമുടിയിൽ നിന്നിട്ട് ഒരു തരത്തിലും ആന്തരികമായ വിക്ഷോഭങ്ങളെ അടക്കാൻ വയ്യാത്തവര് ഈ ഷൺമാസ ഭജനം നേരാറുണ്ട്, അവിടെ വന്ന് ചെയ്യാറുണ്ട്. എന്നിട്ട് ഈ ഷൺമാസ ഭജനം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകുമ്പോൾ നിർമ്മലത്വമായിരിക്കും അവരുടെ മനസ്സിൽ. അതായത് ജന്മപുണ്യത്തിൻ്റെ ഒരു വലിയ ഭണ്ഡാരം തന്നെ അവരിൽ നിറഞ്ഞിരിക്കും. അങ്ങനെ ഷൺമാസ ഭജനം നേടിയ ഒട്ടേറെ പേരെ കാണാനും അവരുടെ പൂർവ്വജന്മം, അതായത് ഈ ജന്മം തന്നെയാണ്, പക്ഷെ അവർ വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ വളരെ മോശമായിരുന്നു, ആ ഷൺമാസ ഭജനം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പുതിയ ജന്മത്തിലേക്ക് കടന്നു, ദ്വിജൻ 2ാമത്തെ ജന്മം നേടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പുണ്യവത്താണത്. മണ്ഡലകാല ഭജനമുണ്ട്. അത് 41 ദിവസം നീളുന്ന ഒരു ഭജനാണ്. ചിലപ്പോൾ ചിലർ വൃശ്ചിക മാസത്തിൽ വന്ന് ഇപ്രകാരം ഭജന ഇരിക്കാറുണ്ട്. ഒരു വ്യക്തി വളരെ സാമ്പത്തിക പ്രയാസത്തിൽ, കപ്പലിൽ ജോലിയായിരുന്നു, ഇവിടെ വന്ന് ബിസിനസ് ചെയ്തു, അതെല്ലാം തകർന്നടിഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇനി ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. അപ്പം അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, ഇനി കിട്ടണമെങ്കിൽ കിട്ടട്ടെ, എനിക്കൊന്നും വേണ്ട, പക്ഷെ ഭഗവാന്റെ ചാരത്തണഞ്ഞ് എനിക്കൊന്നും മനസ്സമാധാനം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ചെന്ന് ഒരു 41 ദിവസത്തെ വ്രതം എടുക്കുകയാണ്. അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച്, കാശില്ല, പലതിനും കാശില്ല. ചിലർ ഇദ്ദേഹത്തോട്ട് പരിചയപ്പെട്ട് ചില സമയത്ത് സംസാരിച്ചിട്ട്
ചിലപ്പം ചില സംഭാവനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. കാര്യം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗതികേട്. 41 ദിവസത്തെ ഭജനം കഴിഞ്ഞിട്ട് അദ്ദേഹം നാട്ടിൽ വരികയും ചെറിയൊരു തട്ടുകടയൊക്കെ ആരംഭിച്ചു. അദ്ദേഹം ഉള്ള ഇതെല്ലാം കൂടെ തട്ടിമുട്ടിയൊക്കെ ആരൊക്കെയോ സഹായിച്ചിട്ട് ഒരു തട്ടുകട ആരംഭിച്ചു. പക്ഷേ ആ തട്ടുകടയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിജയഗാഥ വീണ്ടും തുടങ്ങുകയായിരുന്നു. 1 അല്ല 2 അല്ല 10ഓളം തട്ടുകടകൾ ഇന്ന് തിരക്കോടുകൂടി തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹം കൊണ്ട് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. പലതിലും പല ആൾക്കാരെയാണ് അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളുടെ വരുമാനം അദ്ദേഹം ഇന്ന് സിദ്ധമാക്കുന്നുണ്ട്. വേറൊന്നുമല്ല, തന്നെ ബാധിച്ചിരുന്ന ആ കലികന്മഷങ്ങളെല്ലാം അദ്ദേഹത്തിന് അവിടുത്തെ ആ 41 മണ്ഡല ദിവസങ്ങളിലൂടെ അതിനെ ഒഴുക്കിക്കളയാൻ പറ്റി. ഇത് കേട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയി മണ്ഡല ഭജന ഇരുന്നേക്കാം എന്ന് ആരും കരുതരുത്. അദ്ദേഹം പോയി ഭജന ഇരിക്കുമ്പോൾ ഒന്നും ചിന്തിച്ചിരുന്നില്ല. തൻ്റെ ദോഷങ്ങളെല്ലാം അകലട്ടെ എന്ന് മാത്രമേ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി 12 ദിന ഭജന എന്ന് പറയുന്ന ഒരു ഭജന ഉണ്ട്. അത് 12 ദിവസം നോക്കി ഭജന ഇരിക്കുന്ന രീതിയാണ്. 12 വർഷം പോലെ തന്നെ ഗുണകരമായിട്ടാണ് ഇതിനെ പറയുന്നത്. അതായത് അതിനെ ഒരു ഏകാദശി തുടങ്ങിയിട്ടായിരിക്കും ചിലരാണെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് തുടങ്ങും, ചിലർ വ്യാഴാഴ്ച വെച്ച് തുടങ്ങും. ഇങ്ങനെ നമുക്കൊരു സൗകര്യം ഇതിനുണ്ട്. 12 ഭജനത്തിന് വേണ്ടിയിട്ട് വളരെ പുണ്യകരമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന പല കഷ്ടതകൾക്കും അറുതി വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭജനം കൊണ്ട് തന്നെ സാധ്യമാകുന്നതാണ്. ഇനി ത്രിദിന ഭജന ഉണ്ട്. അതായത് 3 ദിവസം മാത്രം നിൽക്കുന്ന തുടർച്ചയായിട്ടുള്ള ഭജനം. ഈ ഭജനം ഒരു ദിവസം രാവിലെ നട തുറക്കുന്നതിന് അന്ന് തുടങ്ങിയിട്ട് 3-ാമത്തെ ദിവസം അത്താഴ പൂജയോടുകൂടി ആ ഭജനം ഒഴിപ്പിക്കുന്ന രീതിയാണ്. രോഗാദി ദുരിതങ്ങളുമായിട്ട് കഷ്ടപ്പെടുന്ന പലരും ഇത്തരം ഭജനങ്ങളൊക്കെ നടത്തിയിട്ട് അവരുടെ രോഗനിവാരണത്തിന് വേണ്ടുന്ന മാർഗങ്ങളെ കണ്ടെത്തുകയും ഉത്തമമായ മരുന്നുകളൊക്കെ സേവിച്ചിട്ട് അവരുടെ രോഗകാഠിന്യം കുറച്ചു കൊണ്ടുവരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. വളരെ നല്ലൊരു ഭജന രീതിയാണിത്. ഏകദിന ഭജനം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. രാത്രി 2 മണി മുതലാണ് ഭജനം പാർക്കൽ ആരംഭിക്കുന്നത്. നമ്മൾ വന്ന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ടുകുളത്തിൽ മുങ്ങിക്കുളിക്കണം. ഇനി ചിലർ താമസിക്കുന്നിടത്തുനിന്ന് കുളിച്ചിട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള രീതി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എങ്കിലും ആറാട്ടുകുളത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് വന്ന് ഭജന ഇരിക്കുന്നതാണ് യഥാർത്ഥ രീതി. ഇങ്ങനെ കുളിച്ച് വന്ന് 3 മണിക്ക് നട തുറക്കുന്ന സമയത്ത് നിർമ്മാല്യ ദർശനം നടത്തണം. തുടർന്ന് ഉപദേവന്മാരെയെല്ലാം പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം. എണ്ണാഭിഷേകം, വാകച്ചാർത്ത് ഇവയെല്ലാം കണ്ട് തൊഴുതിട്ട് മന്ത്രജപത്തോടെ പുറത്ത് പ്രദക്ഷിണ ചെയ്യണം. തുടർന്ന് ഭഗവാന്റെ ബാലഗോപാല രൂപം കണ്ടു തൊഴുത് തീർത്ഥവും പ്രസാദവും മേടിച്ച് ഉഷപൂജ തൊഴുത് ശിവേലി സമയത്ത് ഭജനം പാടി അനുഗമിക്കണം. പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി പൂജ ഇവയും തൊഴണം. ശബരിവാര പൂജയ്ക്ക് ശേഷം നട തുറക്കുമ്പോൾ കളഭച്ചാർത്ത് കണ്ടു തൊഴണം. ഉച്ചപൂജ കഴിഞ്ഞിട്ട് ക്ഷേത്രം നട അടയ്ക്കുമ്പോൾ ക്ഷേത്ര പരിസരത്ത് തന്നെ തങ്ങണം. വൈകിട്ട് 4 മണിക്ക് നട തുറക്കുന്നതിന് മുമ്പ് ദേഹശുദ്ധികളെല്ലാം ചെയ്തിട്ട് വന്ന് ജപങ്ങൾ വീണ്ടും മുറക്കി ചെയ്യുകയാണ് രീതി. തുടർന്നുള്ള ശിവേലിക്ക് ഭജന പാടി അനുഗമിക്കണം. ദീപാരാധന, അത്താഴ ശിവേലിക്കുള്ള അനുഗമനം ഇതെല്ലാം നടത്തണം. പിന്നെ നെയ്പ്രസാദം സേവിച്ച് ഭഗവതിയെ തൊഴുത് കൊടിമരച്ചോട്ടിൽ വന്നിട്ട് ദണ്ഡ നമസ്കാരം ചെയ്യണം. സ്ത്രീകൾക്ക് ദണ്ഡ നമസ്കാരം പറഞ്ഞിട്ടില്ല. അന്നേ ദിവസം കൃഷ്ണനാട്ടം കൂടി കാണാൻ കഴിഞ്ഞാൽ അത്രയും ഭംഗിയായി. ഭജന ദിവസം ചിലർ പൂർണ്ണ വ്രതത്തോടു കൂടിയിരിക്കും. ചിലർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യങ്ങൾ, പഴം, പായസം, ചോറ് അവയെല്ലാം കഴിച്ച് അവിടുത്തെ ക്ഷേത്രജമായിട്ടുള്ള നിവേദ്യങ്ങൾ കഴിച്ചിട്ട് ആ ദിവസം കഴിഞ്ഞുകൂടും. ഇത് രണ്ടും സ്വീകാര്യമാണ്. ഈ ദിവസം ദാനധർമാദികൾ നടത്തുന്നത് ഏറെ ശ്രേയസ്കരമാണ്. ശുദ്ധഹൃദയത്തോടുകൂടി നിർമ്മലമായ ഭക്തിയോടുകൂടി ക്ഷേത്ര പരിസരത്ത് നിങ്ങൾ കഴിഞ്ഞുകൂടണം. എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകളും നടത്തണം. അതിന് പകരം അവിടെ ആൾക്കാരെ നോക്കുക, അവിടെ നിന്ന് സെൽഫി എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുക, ഇതൊന്നും ഭജനം പാർക്കലിൻ്റെ കാരണമല്ല. പലരും ഭജനം പാർക്കാൻ വേണ്ടി പോയിട്ട് അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇടുന്നതാണ്. അതിനൊന്നും അല്ല ഭജനം പാർക്കൽ എന്ന് പറയുന്നത്. നമ്മുടെ ഏകാഗ്രതയും നമ്മുടെ ഭക്തിയും ഭാവങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ പറഞ്ഞുതരാം. എൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. നിങ്ങളിതിലൂടെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ പിറന്നാളിനൊക്കെ ചില അർച്ചന പുഷ്പാഞ്ജലികളൊക്കെ ഞാൻ ചെയ്തു തരുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഇതിൻ്റെ കീഴെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ എഴുതി
ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ജപിക്കുക. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ പൂജകളിലെല്ലാം നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ പൂജ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJ അയ്യർ.